Good morning. Good morning. Okay, start here. So we know that our cipher, that means encryption, can be two types: public key encryption and symmetric key encryption. So the public key encryption means the two or key are used for encryption and decryption. Then symmetric key encryption. What is it? Symmetric key encryption. Only one key is used for encryption and decryption. Okay. Then in symmetric key encryption, there are three types: classical, stream, and block. So classical again classified into transposition, substitution. This part we already discussed. Okay. And ഈ ഒരു പാർട്ട് നമ്മുടെ ഫോർത്ത് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. Then today we are going to discuss stream and block. Then first one, stream ciphers. So what do you mean by stream cipher? A symbol of plain text is immediately converted into symbol of ciphertext. That means bit by bit conversion. Right? Here the plain text, first A converting, then B converting, then C converting. So the example of stream cipher is mono-alphabetic substitution cipher and Wigner ciphers. And the second category is block ciphers. Here, the group of plain text symbols are converted as a block into group of cipher text symbols. That means block by block conversion. നിങ്ങൾ plain textനെ block ആയിട്ട് divide ചെയ്യും. So this is your text. Then equal length block ആയിട്ട് divide ചെയ്യും. Okay. Then at a time ഒരു ബ്ലോക്കിനെ ആയിരിക്കും എന്ത് സിഫറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. So the examples DS, SDS, etc. DS means data encryption standard. SDS means simplified DS. So ഇതൊക്കെ എന്താണ് മോഡേൺ സിഫർ ആണ്. നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ഇതൊക്കെ പഠിക്കും. ഇതുവരെ നമ്മൾ പഠിച്ചത് ക്ലാസിക്കൽ എൻക്രിപ്ഷൻ ടെക്നിക് ആണ്. ദെൻ മോഡേൺ എൻക്രിപ്ഷൻ ടെക്നിക്സ് ആണ് ഇനി പഠിക്കുന്നത്. The first one, SDS, simplified DS. Okay, it is a symmetric key encryption system. That means only one key is used for both encryption and decryption. So we know that എല്ലാ ഒരു അൽഗോരിതത്തിനും ഇൻപുട്ട് എന്തൊക്കെയായിരിക്കാം? plain text and key. ഓക്കെ, നിങ്ങൾ ഏതൊരു അൽഗോരിതം പഠിക്കുമ്പോഴും അതിൽ എന്തൊക്കെയാണ് ഇൻപുട്ട്, എന്തൊക്കെയാണ് ഔട്ട്പുട്ട്, അതിൽ എത്ര ബിറ്റ് ഉണ്ട്, ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഹിയർ ദ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് 8 ബിറ്റ്. 8 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ്. അതായത് ഗിവൺ പ്ലെയിൻ ടെക്സ്റ്റ് നിങ്ങൾ ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ബ്ലോക്കിന്റെ ലെങ്ത് എന്തായിരിക്കും? 8 ബിറ്റ്. ആൻഡ് ദ കീ സൈസ്, the key size is 10 bit. Okay, then your cipher text size is
8 bit. Okay, plain text size 8 bit, key size 10 bit, and ciphertext size is 8 bit. So this is a simple diagram of SDS. Here 8 bit plain text is one input and key is the another input, and algorithm performs, you will get the 8 bit ciphertext. And in case of decryption, the reverse process of encryption will be occur. അവിടെ എന്തായിരിക്കും ഇൻപുട്ട് എന്ന് പറയുന്നത് സിഫർ ടെക്സ്റ്റ് ആയിരിക്കും, ഔട്ട്പുട്ട് എന്തായിരിക്കും പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും. ഇതാണ് DS-ന്റെ സിംപ്ലിഫൈഡ് ഡയഗ്രാം. അപ്പം നിങ്ങൾ എക്സാമിന് ഈ ഒരു ഡയഗ്രാം എഴുതേണ്ടി വരും. ഫസ്റ്റ് എൻക്രിപ്ഷൻ പ്രോസസ്സ് നോക്കാം. നമുക്കറിയാം നമ്മൾ ഇൻപുട്ട് എന്താണ് 8 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. ഓക്കെ, സോ ഈ 8 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിന് ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, IP മീൻസ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന ഫംഗ്ഷനിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കും. ഓക്കെ, ഓരോ ഫംഗ്ഷനും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു പ്ലെയിൻ ടെക്സ്റ്റിന്റെ ബിറ്റിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക, അതാണ് ഇനീഷ്യൽ permutation. Okay, after initial permutation, എവിടത്തേക്ക് അടുത്ത ഫംഗ്ഷൻ എന്താ FK. ഈ ഫംഗ്ഷനിലേക്ക് പ്ലെയിൻ ടെക്സ്റ്റിന് എന്താ നമ്മൾ കൊടുക്കും. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഇവിടെ ഒരു ഇൻപുട്ട്, വേറൊരു ഇൻപുട്ട് കൂടിയുണ്ട്, ദാറ്റ് ഈസ് K1, ദാറ്റ് ഈസ് കീ. സോ ഈ ഒരു ഫംഗ്ഷന്റെ ഇൻപുട്ട് എന്തൊക്കെയാണ് plain text and K1, and the next function വെച്ചാൽ switch function. So ഈ given ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യും, സ്വിച്ച് ചെയ്യും. then again കിട്ടുന്ന റിസൾട്ട് എവിടത്തേക്ക് കൊടുക്കും, അടുത്ത ഫംഗ്ഷൻ FKയിലേക്ക് എന്ത് ചെയ്യും, ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. then ഇവിടെ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇവിടെ വേറൊരു ഇൻപുട്ടും കൂടിയുണ്ട്, എന്ത് K2 മീൻസ് key 2. then ഇതിന്റെ ഔട്ട് എവിടത്തേക്ക് കൊടുക്കും, റിവേഴ്സ് പെർമ്യൂട്ടേഷൻ, ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ഇതിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. then finally we get the 8 bit ciphertext. okay, then 8 ബിറ്റ് ആണ് കീ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് 10 ബിറ്റ് ആണ് കീ സൈസ്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പെർമ്യൂട്ടേഷൻ, ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദെൻ ആഫ്റ്റർ ഷിഫ്റ്റ് ചെയ്യും. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഷിഫ്റ്റ് ചെയ്ത ശേഷം നെക്സ്റ്റ് ഒരു P8 എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ ഓപ്പറേഷനിലേക്ക് ഈ ഒരു കീനെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. സോ ഇവിടുന്ന് കിട്ടുന്ന ഔട്ട് എന്തായിരിക്കും വെച്ചാൽ 8 ബിറ്റ് ആയിരിക്കും ഔട്ട്. 8 ബിറ്റ് ആയിരിക്കും ഔട്ട്. അപ്പോൾ ഇവിടെ വരുന്ന കീ സൈസ് എന്താണ്, 8 ബിറ്റ്. ഓക്കെ, ദെൻ ഈ ഷിഫ്റ്റ് ചെയ്ത കീനെ അഗെയിൻ ഒരു ഷിഫ്റ്റ് ചെയ്യും. ദെൻ P8 അടുത്ത പെർമ്യൂട്ടേഷൻ 8 പെർഫോം ചെയ്യും. റിസൾട്ട് എന്തായിരിക്കും, 8 ബിറ്റ് കീ കിട്ടും. അതായിരിക്കും നെക്സ്റ്റ് ഫംഗ്ഷന്റെ K2. ദെൻ ഡീക്രിപ്ഷന്റെ കേസിൽ എന്തായിരിക്കും, സെയിം പ്രോസസ് ആയിരിക്കും, ബട്ട് റിവേഴ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഒരു ഇൻപുട്ട് എന്തായിരിക്കും, K2 ആയിരിക്കും. ദെൻ സെക്കൻഡ് ഫംഗ്ഷന്റെ ഒരു ഇൻപുട്ട് എന്തായിരിക്കും, K1 ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, DS-ൽ എൻക്രിപ്ഷന്റെ കേസിൽ 5 ഫംഗ്ഷൻ ഉണ്ട്. IP, FK, SW, FK, IP, ഇൻവേഴ്സ്. ഓക്കെ, FK നമുക്ക് ഒരു ഇൻപുട്ടും കൂടിയുണ്ട്, എന്താ K1. ഇവിടെ സൈസ് എന്താണ്, 8 ബിറ്റ്. So here also another input K2, size 8 bit. ഇതുവരെ ക്ലിയർ ആണോ? മസ്ന,
Shrishma. Okay. So we know that SDS encryption algorithm takes 8-bit block of plain text and 10-bit key as a input, then produce 8-bit block of ciphertext as output. Okay, then SDS decryption algorithm takes 8-bit block of ciphertext and 10-bit key used to produce that ciphertext as input and produce original 8-bit block of plain text. Then already പറഞ്ഞിട്ടുണ്ട് 5 functions ഉണ്ട്. The first and third one switch function and fourth one fk again ഒരു function fk perform ചെയ്യും and last is initial permutation, inverse of initial permutation. Okay, so നമുക്ക് ഈ ഒരു സ്റ്റെപ്പിനെ ഒരു ഇക്വേഷനിലേക്ക് റൈറ്റ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്, അവർ പ്ലെയിൻ ടെക്സ്റ്റിനെ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ നടത്തും അല്ലേ. ഫസ്റ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, ദെൻ എഫ് കെ കീ 1 ആണ്, ദെൻ സ്വിച്ച് ഫംഗ്ഷൻ, അഗെയിൻ എഫ് കെ അവിടെ കീ എന്താ K2, ദെൻ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ. ഇതാണ് സ്റ്റെപ്സ്. നമുക്ക് എങ്ങനെ എഴുതാം, പ്ലെയിൻ ടെക്സ്റ്റിനെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യുന്നു. കിട്ടിയ റിസൾട്ടിന് എന്താണ്, ഒരു ഫംഗ്ഷനിലേക്ക് അപ്ലൈ ആണ്. സോ ഹിയർ കീ എന്ന് പറയുന്നത് എന്തായിരിക്കും, K1 ആയിരിക്കും. അതാണ് FK1. നെക്സ്റ്റ് റിസൾട്ടിനെ എന്ത് ചെയ്യുന്നു, സ്വിച്ച് ഫംഗ്ഷനിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അഗെയിൻ റിസൾട്ടിന് എന്താ, അനദർ ഫംഗ്ഷൻ FK2. ഇവിടെ കീ എന്ന് പറയുന്നത് K2 ആണ്. ദെൻ ഇതിന്റെ ഔട്ടിനെ ഫൈനലി എന്ത് ചെയ്യുന്നു, ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ചെയ്യാണ്. ഓക്കെ, സോ ഇതാണ് സിഫർടെക്സ്റ്റിന്റെ ഇക്വേഷൻ. ആൻഡ് അതുപോലെ നമുക്ക് K1 K2 എന്ന് പറയുന്നത് സബ് കീ ആണ്. അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, സോ ദ കീ റൈറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, പെർമ്യൂട്ടേഷൻ ചെയ്യുന്നു, അഗെയിൻ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെ അഗെയിൻ ഒരു പെർമ്യൂട്ടേഷൻ P8 എന്ന് പറഞ്ഞ പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8-bit കീ കിട്ടും. അപ്പൊ എങ്ങനെ എഴുതാം, കീനെ ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ നടത്തുന്നു, ദെൻ ഷിഫ്റ്റ് ചെയ്യുന്നു, അഗെയിൻ പെർമ്യൂട്ടേഷൻ 8 ചെയ്യുന്നു, വി ഗെറ്റ് ദി ഫസ്റ്റ് കീ K1. ഇനി അതുപോലെ K2 ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇവിടെ ഷിഫ്റ്റ് ചെയ്താൽ അഗെയിൻ എന്താ, ഒരു ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും, റൈറ്റ്. ഷിഫ്റ്റ്, then P8, we will get the K2. അപ്പൊ എങ്ങനെ എഴുതാം, കീ ഫസ്റ്റ് P10 പെർമ്യൂട്ടേഷൻ ചെയ്യുന്നു, then ഷിഫ്റ്റ് ചെയ്യുന്നു, അഗെയിൻ ഷിഫ്റ്റ് ഓപ്പറേഷൻ, then permutation 8, we get the key K2. ആ ഡയഗ്രാം അതുപോലെ ഒന്ന് ഇക്വേഷനിലാക്കി എഴുതുന്നു. ആൻഡ് ദ ഡീക്രിപ്ഷൻ, ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഇൻപുട്ട് എന്താണ്, സിഫർ ടെക്സ്റ്റ് ആണ് അല്ലെ. അപ്പൊ സിഫർ ടെക്സ്റ്റ് ഫസ്റ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിഫർ ടെക്സ്റ്റ്, ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, ദെൻ ഫംഗ്ഷൻ. ഇവിടെ എന്തായിരിക്കും, K2 ആയിരിക്കും. ദെൻ സ്വാപ്പ് ചെയ്യുന്നു, അഗെയിൻ ഫംഗ്ഷൻ, കീസ് K1, ദെൻ ഫൈനലി ഇതിന് എന്ത് ചെയ്യുന്നു, ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ പെർഫോം ചെയ്യും. ദെൻ വി വിൽ ഗെറ്റ് ദി പ്ലെയിൻ ടെക്സ്റ്റ്. ഇതുവരെ ഓക്കെ ആണോ, ഇന്ന് റിപ്ലൈ തന്നെ. ആകാശ്, അഭിനന്ദ്, അഭിനവ്,
Nitin, Raiza, Anaga. So, ഇനി എങ്ങനെയാണ് 8-bit കീ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. SDS കീ ജനറേഷൻ. അപ്പൊ എക്സാമിന് സപ്പോസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് അൽഗോരിതം ചോദിക്കാം, അതിൽ ഓരോ പാർട്ട് ചോദിക്കാം. Okay, so we know that our key size is 8-bit, right? Sorry, 10-bit. So from this key, the two 8-bit subkeys are produced for using particular stages of the encryption and decryption. Okay, 10-bit key ആണ്, അത് നമ്മൾ എന്താണ് സബ് കീ ജനറേറ്റ് ചെയ്യണം അല്ലെ. FK എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഒരു കീ ജനറേറ്റ് ചെയ്യുന്നു, അതിന്റെ സൈസ് 8-bit ആണ്. Then again എന്ന് പറയുന്ന സബ് കീ ജനറേറ്റ് ചെയ്യണം, സൈസ് 8-bit ആണ്. സോ എങ്ങനെയാണ് ഈ K1 K2 ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. So this is the diagram of sub key generation. The first 10-bit key. ഈ 10-bit കീന് ഒരു പെർമ്യൂട്ടേഷൻ ഓപ്പറേഷനിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ആ ബിറ്റിന്റെ ഒരു റീഅറേഞ്ച്മെന്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടും, 10-bit കീ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ ഒരു 10-bit കീ കിട്ടും. നെക്സ്റ്റ് വേണ്ടത് വെച്ചാൽ ഇതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, 5-bit ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിനെ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. 1-bit പൊസിഷനിൽ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ആണ്. അപ്പൊ എങ്ങനെയുണ്ടായിരിക്കും ഔട്ട്? എങ്ങനെയായിരിക്കും? ഒരു ബിറ്റ് ഇവിടെ ഷിഫ്റ്റ് ആവും അല്ലെ, 1 1. ഇതിനെന്ത് ചെയ്യും? ഇവിടത്തേക്ക് വരും 1. അതുപോലെ ഇതിന്റെ കേസിൽ എന്താ, 1 0 1 1 0. ഓക്കെ, ദെൻ കിട്ടിയ റിസൾട്ട് രണ്ടും കമ്പൈൻ ചെയ്യും. അഗെയിൻ എന്താ, ഒരു പെർമ്യൂട്ടേഷൻ P8 എന്ന് പറഞ്ഞ പെർമ്യൂട്ടേഷനിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട് എന്ന് പറയുന്നത് 8-bit ആയിരിക്കും. അതായത് ഈ 10-bit കീന്ന് 2 ബിറ്റ് നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. സോ വി ഗെറ്റ് ദി 8-bit കീ. ഇതായിരിക്കും ഫസ്റ്റ് ഫംഗ്ഷനിലെ FK1 ഇൻപുട്ട് കീ എന്ന് പറയുന്നത് K1. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അഗെയിൻ എന്താ, ലെഫ്റ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് പെർഫോം ചെയ്യും. ബട്ട് ഇവിടെ എന്താണ്, 2 ബിറ്റ് പൊസിഷനിലായിരിക്കും ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഇവിടെ 1 ബിറ്റ് ആണ്, ഇവിടെ എന്താണ് 2 ബിറ്റ് ആണ്. ഓക്കെ ആണോ? അപ്പൊ എങ്ങനെ വരും, 1 0 1 1 വരും. ഇവിടെ നോക്കി 2 ബിറ്റ് പൊസിഷൻ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, 0 1 1 0 1. 2 ബിറ്റിൽ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യും, ഇതിനെ കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് എന്താ, അഗെയിൻ പെർമ്യൂട്ടേഷൻ 8 ഓപ്പറേഷനിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഇവിടെ നിന്ന് എന്താണ്, 2 ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. വി ഗെറ്റ് ദി 8-bit സബ് കീ, ദാറ്റ് ഈസ് K2. ഇത് എവിടത്തേക്ക് കൊടുക്കും, നെക്സ്റ്റ് FK2 ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഓക്കെ ആണോ ഈ സബ് കീ ജനറേഷൻ?
ഒന്ന് റിപ്ലൈ തന്നെ. നേഹ, കീർത്തന, കാർത്തിക്, ശ്രീഷ്മ, മസ്ന, ഓക്കെ. സോ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് സെന്റൻസിൽ എഴുതുന്നുള്ളൂ. ഫസ്റ്റ് എന്താണ്, അവർ 8-bit key റെപ്രസെന്റ് ചെയ്യാൻ, 10-bit key റെപ്രസെന്റ് ചെയ്യാണ് K1, K2, K3, K4, K5 അപ് ടു K10. അപ്പൊ ഫസ്റ്റ് ഓപ്പറേഷൻ എന്താ, പെർമ്യൂട്ടേഷൻ 10. അപ്പൊ പെർമ്യൂട്ടേഷൻ 10 ഞാൻ എന്താ പറഞ്ഞത്, ജസ്റ്റ് അതിന്റെ ബിറ്റ് പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ അവർ കീ ഇതാണ് അവർ കീ. പെർമ്യൂട്ടേഷൻ ചെയ്താൽ അതിന്റെ ഓക്കെ, ആൻഡ് 5th പൊസിഷനിലുള്ള കീ ആയിരിക്കും, ബിറ്റ് ആയിരിക്കും എന്ത്, സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടാകുന്നത്. ഇതാണ് പെർമ്യൂട്ടേഷന്റെ ഓർഡർ. 3, 5, 2, 7, 4, 10, 1, 9, 8, 6. നിങ്ങൾക്ക് ഏത് ഓർഡറും ചൂസ് ചെയ്യാം, ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഓർഡർ ആണ്. അപ്പൊ ആഫ്റ്റർ പെർമ്യൂട്ടേഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ, ഇതാണ് അവരുടെ കീ. ഇവിടെ 1 ആണല്ലേ, അത് ഫസ്റ്റ് വരും. ആൻഡ് 5th പൊസിഷനിലുള്ള ഏതാണ്, 1, സെക്കൻഡ് വരും. ആൻഡ് 3rd പൊസിഷനിൽ ഏതാ, സെക്കൻഡ് പൊസിഷനിൽ 0, അത് ഇവിടെ വരും. ആൻഡ് 7th പൊസിഷനിൽ 1, അത് ഇവിടെ വരും. ആൻഡ് 4th പൊസിഷൻ 1 ആണ്. ദെൻ 10th പൊസിഷൻ 1, ആൻഡ് ഫസ്റ്റിലെ ബിറ്റ് 1. ആൻഡ് 9th പൊസിഷനിലെ ബിറ്റ് 0, 8th പൊസിഷനിലെ ബിറ്റ് 1, ആൻഡ് 6th പൊസിഷനിലെ ബിറ്റ് 0. ഇതായിരിക്കും ഔട്ട്പുട്ട്, P10 ചെയ്താലുള്ള ഔട്ട്പുട്ട്. ദെൻ ഞാൻ പറഞ്ഞു 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ, 5 ബിറ്റുള്ള 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് പെർഫോം ചെയ്യും. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തു, ദെൻ അതിനെ കമ്പൈൻ ചെയ്തു. ദെൻ കമ്പൈൻ ചെയ്തിട്ട് എന്താ, അഗെയിൻ അടുത്ത ഫംഗ്ഷൻ എന്താണ്, P8 ആണ്, പെർമ്യൂട്ടേഷൻ. ഓക്കെ, സോ ഈ P8ന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. 2 ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. ഏതൊക്കെയാണ്, ഫസ്റ്റും സെക്കൻഡും ഉള്ള ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. ഇവിടെ ഫസ്റ്റും സെക്കൻഡ് എന്താ, ഈ ഒരു കേസിൽ ഫസ്റ്റും സെക്കൻഡും ഏതാണ്, ഇത് 2 എണ്ണം, റൈറ്റ്. സോറി, നമ്മൾ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്താൽ അത് ഓർഡർ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. ഓക്കെ, നമുക്കിങ്ങനെ ബിറ്റ് കിട്ടും 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതായിരിക്കും നമ്മൾ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്താലുള്ള ഔട്ട് നിങ്ങളൊന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി എന്ത് വേണം, ഈ ഫസ്റ്റ് 2 ബിറ്റ് ഇതിനെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ റിമൈനിങ് ഇത് 3rd പൊസിഷൻ, 5th, 6th, സോറി 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യും. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, 6th പൊസിഷനുള്ള ബിറ്റ് ആയിരിക്കും നൗ ദ ഫസ്റ്റ്. ഇവിടെ എന്ത് ചെയ്യും, 0, ആൻഡ് 3rd പൊസിഷനുള്ളത് 1, ആൻഡ് 7th പൊസിഷനുള്ളത് 1, 4th പൊസിഷനുള്ളത് 1, ആൻഡ് 8th 1, 5th 1, 10th 0, 9th 1. ഓക്കെ, ഇതായിരിക്കും എന്ത്, P8 പെർമ്യൂട്ടേഷൻ 8 ചെയ്താലുള്ള ഔട്ട്പുട്ട്.
8-bit key. സോ ഈ ഒരു 8-bit sub key ആയിരിക്കും പെർമ്യൂട്ടേഷൻ FK1 ഇൻപുട്ട് കീ. ഓക്കെ, ഇനി എന്താ, ഈ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്ത് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് സർക്കുലർ 2 ചെയ്യും അല്ലേ. കമ്പൈൻ ചെയ്തിട്ട് എന്താ, അഗെയിൻ P8 എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഇവിടെ എന്ത് ചെയ്യും, സെയിം പ്രോസസ്, ഫസ്റ്റ് രണ്ട് ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും, എന്നതിന്റെ ബിറ്റ് പൊസിഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. ഫൈനലി വി ഗെറ്റ് ദി സബ് കീ K2. ഇത് ഓക്കെ ആണോ? നിങ്ങൾ ജസ്റ്റ് എന്തൊക്കെ സ്റ്റെപ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഒന്ന് റിപ്ലൈ എന്നേ. ഇൻകേസ് തിയറി ചോദിച്ചാൽ നിങ്ങൾക്ക് ആ പെർമ്യൂട്ടേഷന്റെ ആ ഒരു ഓർഡർ അറിയില്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾ പറയാം, പെർമ്യൂട്ടേഷൻ 8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 8-bit കീ കിട്ടും. എല്ലാവർക്കും ഓക്കെ ആണോ ഈ ജനറേഷൻ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോ? അഞ്ജലി, അഭിനവ്, ശ്രീഷ്മ, ഏതാ റിപ്പീറ്റ് ചെയ്യേണ്ടത്? റൈസ, ഈ ജനറേഷൻ ആണോ? ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ 10 കീ സൈസ് എന്ന് പറയുന്നത് 10-bit ആണ്. ഓക്കെ, ഫസ്റ്റ് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ 10-bit കീനെ ഒരു പെർമ്യൂട്ടേഷൻ P10 എന്ന് പറയുന്ന ഓപ്പറേഷനിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അപ്പോൾ പെർമ്യൂട്ടേഷൻ 10 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, അതിന്റെ ബിറ്റ് പൊസിഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ആ ഒരു ഓർഡർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3, 5, 2, 7, 4, 10, 1, 9, 8, 6. ഇന്ന് റീഅറേഞ്ച് ചെയ്യാം പൊസിഷൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് റിസൾട്ട് കിട്ടും. അതിനെന്താണ്, ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതായിരിക്കും P10 ചെയ്ത റിസൾട്ട്. ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ എത്ര ഉണ്ടാവും, 5-bit ആയിരിക്കും. ഹിയർ ഓൾസോ 5-bit. ഓക്കെ, നെക്സ്റ്റ് ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു P8 എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ ഓപ്പറേഷനിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഇവിടെ എന്താ ചെയ്യുന്നത്, 10-bit ആണ് കീ സൈസ്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 8-bit ആയിരിക്കും. അപ്പൊ അതായത് ഈ 10-bit ഫസ്റ്റ് 2 ബിറ്റ് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് 2 ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. ഇതാണ് റിമൈനിങ് ബിറ്റ്. ഇതിനെന്ത് ചെയ്യും, ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്യും. അതിന്റെ ഓർഡർ ആണിത്, 6, 3, 7, 4, 8, 5, 10, 9. ഓക്കെ, റീഅറേഞ്ച് ചെയ്താൽ we will get the 8-bit sub key. ഇതായിരിക്കും FK1 കീ ഇൻപുട്ട് K1. ഫസ്റ്റ് സബ് കീ ജനറേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഞാൻ ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടിനെ അഗെയിൻ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് 2 ചെയ്യും. ഇതിനും ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് 2 ചെയ്യും. അത് 2 ബിറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 1, 1, 0,
1 1 ആണെങ്കിൽ എങ്ങനെ ചെയ്യാം? 2 ബിറ്റിൽ ഷിഫ്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ 0 എവിടെ വരും? ഇവിടെ വരും. 1 എവിടെ വരും? ഇവിടെ വരും. 1 എന്ത് ചെയ്യും? ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും? ഇവിടത്തേക്ക് വരും. ഇതെന്ത് ചെയ്യും? ഇവിടത്തേക്ക് വരും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 1 1 1 0. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ദെൻ അതുപോലെ ഇതെന്ത് ചെയ്യും? ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് 2 ചെയ്യും. അപ്പൊ ഒരു ഔട്ട് കിട്ടും നിങ്ങൾക്ക്. ദെൻ ഇതിനെ കമ്പൈൻ ചെയ്യും. ദെൻ എവിടെ കൊടുക്കും? P8 എന്ന് പറയുന്ന പെർമ്യൂട്ടേഷനിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യണം? 2 ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. ഫസ്റ്റ് 2 ബിറ്റിനെ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ റിമൈനിങ് ബിറ്റിന്റെ എന്താണ്? ആ ഒരു ഓർഡർ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. സെയിം ഓർഡർ, ഈ ഒരു ഓർഡർ റീഅറേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി 8 ബിറ്റ് സബ് കീ കിട്ടും, K2. ഓക്കെ ആണോ? ഇതായിരിക്കും എന്ത്? FK2ന്റെ ഇൻപുട്ട് കീ K2. ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ജസ്റ്റ് ചിലപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ എൻക്രിപ്ഷൻ ഓരോ പ്രോസസ്സും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ഫസ്റ്റ് പ്രോസസ് എന്താ? ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. ഓക്കെ, സോ ഇനീഷ്യൽ പെർമ്യൂട്ടേഷന്റെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിന്റെ ലെങ്ത് എത്രയാണ്? 8 ബിറ്റ്, റൈറ്റ്? ഫസ്റ്റ് എന്ത് വേണം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 0 1 1 0 1 1 2 4. ഇതാണ് പ്ലെയിൻ ടെക്സ്റ്റ്. ഇതിന്റെ ഒന്ന് ബിറ്റ് പൊസിഷൻ റീഅറേഞ്ച് ചെയ്യുക. അതിന്റെ ഓർഡർ എന്താ? 2 6 3 1 4 8 5 7. ഓക്കെ, 1 2 3 4 5 6 7 8. ഇതാണ് അവരുടെ പ്ലെയിൻ ടെക്സ്റ്റ്. ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഔട്ട്? സെക്കൻഡ് പൊസിഷനിലെ വാല്യൂ 1 ആണ്, ഇത് ഫസ്റ്റ് വരും. ആൻഡ് 6ൽ 1, തേർഡ് പൊസിഷനുള്ളത് 1 ആണ്, ആൻഡ് ഫസ്റ്റ് പൊസിഷനുള്ളത് 1 ആണ്, ആൻഡ് ഫോർത്ത് പൊസിഷനുള്ള വാല്യൂ 0, 8th പൊസിഷൻ വാല്യൂ 0, ആൻഡ് ഫിഫ്ത്ത് പൊസിഷൻ വാല്യൂ 1, ആൻഡ് 7th പൊസിഷൻ വാല്യൂ 1. ഓക്കെ, സോ ഇതായിരിക്കും ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ ചെയ്താലുള്ള ഔട്ട്പുട്ട്. Then second step, function fk. ഇതൊരു കോംപ്ലക്സ്, നമ്മുടെ STSലെ ഏറ്റവും കോംപ്ലക്സ് ആയ ഒരു പ്രോസസ്സാണ് ഫംഗ്ഷൻ fk. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ ഒരു ഓവറോൾ ഐഡിയ എല്ലാവർക്കും ഓക്കെ ആണോ? സിംപ്ലിഫൈഡ് DS-ൽ 5 സ്റ്റെപ്സ് ഉണ്ട്, അല്ലെ 5 പ്രോസസ് ഉണ്ട്. ഫസ്റ്റ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ, ദെൻ ഫംഗ്ഷൻ fk1, സ്വിച്ച് ഫംഗ്ഷൻ, ഫംഗ്ഷൻ fk2, ദെൻ ഇൻവേഴ്സ് ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ. ഓക്കെ, സോ അതിൽ നമ്മൾ സബ് കീ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നുള്ള ഒരു പ്രോസസ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ ഇതുവരെ? ദേവിക, ദിൽന, ശ്രീഷ്മ, കീർത്തന,
Okay, the next attendance, please.